ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നും വന്നിട്ടുള്ളത് കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ്. വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ടിപ്പ്, നമ്മൾ കടയിൽ നിന്നൊക്കെ തേങ്ങ വാങ്ങിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കേരളമൊക്കെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തേങ്ങയൊക്കെ കിട്ടാൻ കുറച്ച് പാടാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണം. അങ്ങനെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴും അല്ലെങ്കിൽ ദൂര സ്ഥലത്തേക്കൊക്കെ തേങ്ങയൊക്കെ കൊണ്ടുപോകുന്നവരൊക്കെ ആണെങ്കിലും ഇതേപോലെ തേങ്ങ പൊട്ടിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെ നമ്മൾ ചകിരി അതിൻ്റെ ഒരു മൂക്ക് ഭാഗത്തായിട്ട് ചകിരി ഇതേപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തേങ്ങ ഒത്തിരി നാൾ കേടുകൂടാതെയും വെള്ളം പെട്ടെന്ന് തന്നെ വറ്റിപ്പോവാതെയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. തേങ്ങ നമ്മൾ ദൂരസ്ഥലത്തേക്കൊക്കെ കൊണ്ടുപോകുമ്പം ഇതേപോലെ പൊട്ടിച്ചെടുക്കുക. അതേപോലെ തന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴും ഇതേപോലെ ഉള്ള തേങ്ങ നോക്കിയിട്ട് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അതേപോലെ നമ്മൾ തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ തേങ്ങ നമ്മൾ പൊട്ടിക്കുമ്പം ചെതറിപ്പോവുകയും ചെയ്യും. അതേപോലെ ചിരട്ടയിൽ നിന്നൊക്കെ തേങ്ങ എടുത്തിട്ടിങ്ങ് വരികയും ചെയ്യും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ പൊട്ടിക്കുന്നതിൻ്റെ മുമ്പായിട്ട് ഇതേപോലെ കുറച്ച് സമയം ഒന്ന് നനച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ബക്കറ്റിലെ വെള്ളത്തിലേക്ക് കുറച്ച് സമയം ഒന്ന് തേങ്ങ ഇട്ട് വെക്കുക കേട്ടോ. അങ്ങനെയാകുമ്പോൾ തേങ്ങ നമുക്ക് ശരിക്കും പൊട്ടിച്ചെടുക്കാനും പറ്റും. അതിന് ഈ ഒരു സംഭവം ചിരട്ടിയിൽ നിന്ന് ഇളകി വരികയില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ തേങ്ങ ഇങ്ങനെ കുറേ നാൾ സ്റ്റോറൊക്കെ ചെയ്ത് വെക്കുന്നവരാണെങ്കിൽ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു ടിപ്പിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇളം ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു ഇളം ചൂടുവെള്ളത്തിലേക്ക് ഞാനൊരു പകുതി കഷ്ണം വലിയുള്ളി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്തിനാന്ന് വേണ്ടി പറയാം. നമ്മളെ വീട്ടിലൊക്കെ മെയിനായിട്ടുള്ളൊരു ശല്യമായിരിക്കും ഈ ഒരു പാറ്റ, അതേപോലെ തന്നെ പല്ലിയൊക്കെ. പാറ്റ ഉള്ളിടത്തിൽ എന്തായാലും പല്ലി ഉണ്ടാവും. പാറ്റേനെ പിടിക്കാനൊക്കെ പല്ലി കൂട്ടായിട്ട് വരുന്നതൊക്കെ കാണാം. അപ്പോൾ ഈ ഒരു പാറ്റേൻ്റെയും പല്ലീൻ്റെയും ഒക്കെ ശല്യം നമുക്ക് പൂർണ്ണമായിട്ടും വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് സഹായകമാകും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഉള്ളി ഈ ഒരു ഇളം ചൂടുവെള്ളത്തിലേക്ക് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്ക് വെള്ള കളർ കോൾഗേറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു വെള്ള കളർ കോൾഗേറ്റ് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക കേട്ടോ. കുറച്ച് മതിയാവും. എന്നിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 10-20 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണേ. ആ ഒരു ഉള്ളി ഒന്ന് വാടി വരുന്നവരെയും ഈ ഒരു ഉള്ളീൻ്റെ നീരൊക്കെ ഈ ഒരു വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. 20 മിനിറ്റിന് ശേഷം നമുക്കിതെടുത്ത് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ കോട്ടൺ തുണിയോ അല്ലെങ്കിൽ പഞ്ഞിയോ ഉണ്ടെങ്കിൽ എടുക്കാം. എന്നിട്ട് ഈ ഒരു പഞ്ഞി അല്ലെങ്കിൽ കോട്ടൺ തുണി ഈ ഒരു വെള്ളത്തിലേക്കൊന്ന് ടിപ്പ് ചെയ്തിട്ട് നമുക്ക് അറിയാലോ നമ്മളെ വീട്ടിൽ ഏതെങ്കിലും ഭാഗത്തൊക്കെ പള്ളി ഉണ്ടാവുകയാണ്. ഈ ഒരു ഭാഗത്തൊക്കെ ഈ ഒരു പഞ്ഞി ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അതേപോലെ തന്നെ രാത്രി സമയത്ത് നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഗ്യാസൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞ ശേഷം ഗ്യാസിൻ്റെ അടിഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ ഒരു വെള്ളത്തിൽ വെച്ചിട്ട് ഇത് നനച്ചിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പല്ലീൻ്റെയും പാറ്റേൻ്റെയും ഒക്കെ ശല്യം പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത്രയ്ക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ് കേട്ടോ അത്. അതേപോലെ നമ്മളെ ജനലിൻ്റെ അവിടെയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പാറ്റ ശല്യമൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ ഈ ഒരു ബാക്കി വന്നിട്ടുള്ള ഈ ഒരു വെള്ളം നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് ഈ ഒരു നമ്മുടെ ട്യൂബ് ലൈറ്റിൻ്റെ അവിടെയൊക്കെ കുഞ്ഞു പ്രാണികളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ മഴയായതിനെ കൊണ്ട് മറ്റേ മഴപ്പാറ്റേൻ്റെ ശല്യം ഉണ്ടാവും. ഈ ഒരു ഭാഗത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ശല്യമൊക്കെ പൂർണ്ണമായിട്ട് മാറ്റാൻ വേണ്ടി പറ്റും കേട്ടോ. അടുത്തൊരു ടിപ്പിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു തെർമോക്കോളാണ് വേണ്ടത്. ഇതെല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ. നമ്മൾ പുതിയ ഫോൺ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇലക്ട്രിക് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്കതിൻ്റെ കൂടെ കിട്ടും. അതിൻ്റെ ഒരു ചെറിയ പീസാണ് വേണ്ടത്. പിന്നെ അത് എന്തിനാന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ അരിയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പം മഴക്കാലം ആയതിനെക്കൊണ്ട് പെട്ടെന്ന് ഈർപ്പം തട്ടിയിട്ട് അരി ഒരു പൂത്ത മണം ഉണ്ടാവും. അതേപോലെ തന്നെ കുത്തം പോലെയുള്ള പ്രാണികളൊക്കെ ഉണ്ടാവും. അതിൻ്റെയൊക്കെ ശല്യം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ചെറിയ പീസ് തെർമോക്കോൾ എടുത്തിട്ട് അരിയിട്ട് വെക്കുന്ന പാത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ആ വക ശല്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നതാണ്. അടുത്തൊരു ടിപ്പിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു നാരങ്ങേൻ്റെ തൊലി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിലൊക്കെ പൊടിക്കുന്ന മഞ്ഞൾപ്പൊടി ആണെങ്കിൽ അത്രയും നല്ലത്. അതിനൊരു മണം വേറെ തന്നെയാണല്ലോ. അതിൻ്റെ അകത്തേക്ക് ഞാൻ ഒരു കർപ്പൂരം ഇതേപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ വേപ്പെണ്ണയാണ്. മഴക്കാലം അങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ കൊതുക് ശല്യം ഉണ്ടാവും. ഈ ഒരു കൊതുക് ശല്യമൊക്കെ നമ്മളെ വീട്ടിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുകയെ. എന്നിട്ട് ഇതിൻ്റെ അകത്തൊരു തിരി ഇട്ടിട്ടൊന്ന് കത്തിച്ച് വെച്ച് കൊടുത്താൽ മതി. സന്ധ്യാസമയത്തൊക്കെ കത്തിക്കുകയാണെങ്കിൽ ഇത് നാരങ്ങേൻ്റെ ഈ ഒരു സ്മെല്ലും അതേപോലെ കർപ്പൂരവും മഞ്ഞൾപ്പൊടിയും ഒക്കെ കൂടി ചേരുമ്പം ഒരു പ്രത്യേക മണമായിരിക്കും. ആ ഒരു മണം കാരണം തന്നെ കൊതുക് പിന്നെ നമ്മളെ വീട്ടിലേക്ക് വരില്ല കേട്ടോ. കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ഗുഡ് നൈറ്റ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കാൻ ഒരു മടിയായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇത് ഏറെ ഉപകാരപ്പെടും. സന്ധ്യാസമയത്ത് ഇതിങ്ങനെ കത്തിച്ച് വെച്ചാൽ മതി. ബെഡ്റൂമിലായാലും അല്ലെങ്കിൽ വരാന്തയിലായാലും എവിടെ വേണമെങ്കിലും കത്തിച്ച് വെച്ചാൽ മതി. ഒരു കൊതുകിൻ്റെ ശല്യം നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നതായിരിക്കും കേട്ടോ. ഒരിക്കലെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാം. ഞാൻ ചുമ്മാ പറയുന്നതല്ല. ഇതിനൊരു സ്മെല്ലൊരു പ്രത്യേക ഒരു സ്മെല്ല് തന്നെയാണ് കേട്ടോ. ഇതെല്ലാം കൂടെ ചേരുമ്പോഴുള്ളൊരു സ്മെല്ല്. ആ ഒരു സ്മെല്ല് കാരണം തന്നെ കൊതുക് ശല്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതിന് കെമിക്കൽസ് ഒന്നും അടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് കൊതുകിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം.
തിരക്ക് പിടിച്ച ജോലിക്കിടയിലായിരിക്കും ഈ ഒരു വെളുത്തുള്ളിയിലെ തൊലി ഇറക്കാൻ വേണ്ടിയിട്ട് പ്രയാസം. അങ്ങനെ വെളുത്തുള്ളീൻ്റെ തൊലി എടുക്കാൻ വേണ്ടിയിട്ട് പ്രയാസമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള 2 ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. ആദ്യത്തേത് ഇതേപോലെ ഒന്ന് വെളുത്തുള്ളി കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് ഒരുമിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ കയ്യിൽ വെച്ചിട്ടൊന്ന് ഞെരടി കൊടുക്കുമ്പോഴേക്ക് തന്നെ അതിൻ്റെ തൊലി ഇളകി വരും കേട്ടോ. ഓരോന്നോരോന്ന് കട്ട് ചെയ്യാതെ ഇതേപോലെ ഒരുമിച്ചിട്ട് ചെറുതായിട്ട് പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ടൊന്ന് ഞെരടി കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ തൊലി മുഴുവനായിട്ടും ഇളകി വരുന്നതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതേപോലെ തന്നെ വെളുത്തുള്ളി എടുത്തിട്ട് നമുക്ക് ആവശ്യം എപ്പോഴാണോ ഉപയോഗിക്കേണ്ടത് അതിൻ്റെ തൊട്ട് മുന്നേ കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിലും തൊലി എളുപ്പത്തിൽ തന്നെ ഇളകി വരുന്നതായിരിക്കും കേട്ടോ. ഈ ഒരു ടിപ്പ് ചെറുതായിട്ട് മുറിക്കാനൊന്നും പറ്റില്ലാത്തവർക്ക് അങ്ങനെയും ചെയ്യാം. അതല്ലാതെ വേറൊരു വഴി എന്താണെന്ന് വെച്ചാൽ വെളുത്തുള്ളി ഒന്ന് ചൂടാക്കിയ ശേഷം എളുപ്പത്തിൽ തൊലി കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇനിയിപ്പോൾ അടുത്തൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വെളുത്തുള്ളീൻ്റെ ഈ ഒരു വളഞ്ഞിരിക്കുന്ന ഭാഗമില്ലേ, ഇതേപോലെ വളഞ്ഞിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് കത്തി കൊണ്ടൊന്ന് ഇങ്ങനെ മുറിച്ച് കൊടുക്കുക. മുഴുവനായിട്ട് മുറിക്കാതെ അടിഭാഗം അറ്റം വരെ മുറിക്കാതെ പകുതി ഭാഗത്ത് വെച്ച് മുറിച്ചിട്ട് ഇതേപോലെ ഒന്ന് അടിയിൽ നിന്ന് ഈ ഒരു സാധനം പിടിച്ച് പൊന്തിച്ച് കൊടുത്താൽ എളുപ്പത്തിൽ തന്നെ തൊലി അടർന്ന് വരുന്നതായിരിക്കും കേട്ടോ. എല്ലാ ടിപ്പും വെച്ച് നോക്കുമ്പോൾ ഇതാണ് കുറച്ചും കൂടെ എളുപ്പം. നമുക്ക് ചെറിയ എല്ല് വെളുത്തുള്ളിയും കൂടെ ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തൊലി കളയാൻ വേണ്ടിയിട്ട് പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. നമ്മൾ തലയിൽ വരുന്ന ചീർപ്പുണ്ടല്ലോ, ഈ ഒരു ചീർപ്പുമ്മൽ പെട്ടെന്ന് തന്നെ അഴുക്ക് പിടിക്കും. നമ്മൾ എണ്ണയൊക്കെ നല്ലോണം തേക്കുന്നവരൊക്കെ ആണെങ്കിൽ ചീർപ്പ് മൊത്തം അഴുക്ക് പിടിച്ചിരിക്കും. അതേപോലെ തന്നെ കുഴൽക്കിണറിലെ വെള്ളത്തിലും ഉപ്പ് വെള്ളമൊക്കെ ഉള്ളവർ ഈ ഒരു ഭാഗത്തൊക്കെ അങ്ങനെ വെള്ളമുള്ള ഭാഗത്തുള്ളവർക്കൊക്കെ ചീർപ്പിൽ പെട്ടെന്ന് തന്നെ അഴുക്ക് പിടിക്കും. ഈ ഒരു ചീർപ്പ് നമുക്ക് പെട്ടെന്ന് തന്നെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ടാൽക്കം പൗഡറാണ്. ടാൽക്കം ഡേറ്റ് പുതിയ തന്നെയൊന്നും വേണ്ട, ഡേറ്റൊക്കെ കഴിഞ്ഞിട്ടുള്ള ടാൽക്കം പൗഡർ ഉണ്ടെങ്കിൽ അതെടുക്കുക. എന്നിട്ട് ഇത്തിരി ഒന്ന് നമ്മളെ ചീപ്പിൻ്റെ മുകളിലേക്കൊന്ന് തൂവി കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഒരു പഴയ ബ്രഷ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അതിൻ്റെ അകത്തുള്ള അഴുക്ക് മൊത്തം ഇളകി വരുന്നതായിട്ട് കാണാം കേട്ടോ. എണ്ണമഴയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പൗഡർ ഇടുന്നത് കാരണം എണ്ണമഴയൊക്കെ പൂർണ്ണമായിട്ട് തന്നെ മാറിക്കിട്ടും. ഒന്ന് പേൻ ചീർപ്പും ഇതേപോലെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമേ. അപ്പോൾ ഒരിക്കലെങ്കിലും ഒന്ന് ഇങ്ങനെ ഒന്ന് ചീർപ്പൊന്ന് വൃത്തിയാക്കി നോക്കുക. ഷാമ്പൂ ഉപയോഗിച്ചിട്ട് നമുക്ക് കഴുകി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേങ്കിൽ കൂടുതൽ എളുപ്പത്തിൽ തന്നെ ഈ ഒരു പൗഡർ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിപ്പ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ട് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.